പ്രകൃതി ജീവനം എന്നാൽ പ്രകൃതിയെ അറിയുക എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് പ്രകൃതി ജീവനത്തിൽ വന്നത്? ഏകദേശം 22 വയസ്സുള്ളപ്പോൾ ഞാനൊരു പ്രകൃതി ജീവനം പരിശീലിക്കുന്ന, അല്ലെ പ്രകൃതിയുമായി ലയിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് പ്രകൃതി ജീവനം. അങ്ങനെ ഞാൻ അവിടെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഞാൻ അവിടെ പ്രകൃതി ജീവനത്തിൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകേണ്ട ആവശ്യം വന്നില്ല. കാരണം ആ ഒറ്റ ഉച്ചഭക്ഷണം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി പ്രകൃതി ജീവനം എന്നാൽ എന്താണ്. എന്ന് പറഞ്ഞാല് ഈ ഓർമ്മ വെച്ചപ്പോൾ മുതൽ 22 വയസ്സ് വരെ എനിക്ക് ഭക്ഷണത്തോട് ഒരു ഇമോഷണൽ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആഹ് ആട്ടിറച്ചി കഴിക്കാൻ പറ്റില്ല, ബീഫ് കഴിക്കാൻ പറ്റില്ല, മീൻ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്ക് വരുമായിരുന്നു. അതായത് ഇമോഷണൽ അറ്റാക്ക് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ മറ്റൊന്നും ചിന്തിക്കുവാൻ പാടില്ല. അതായത് ഒരു ബീഫ് ഫ്രൈ കൊണ്ടുവച്ചു. നമ്മൾ ആ ബീഫ് ഫ്രൈ കഴിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സർവൈവൽ പ്രോസസ്സിനെ ബുദ്ധിമുട്ടാക്കും. എന്ന് പറഞ്ഞാല് നമുക്ക് വിശപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കണം. അതാണ് നമ്മുടെ പ്രകൃതിയുടെ സ്വഭാവം അതാണ്. ഭക്ഷണം കഴിക്കുക, ജീവനോടെ ഇരിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് ഇടയ്ക്ക് നമ്മൾ ഈ ഇമോഷണൽ കൊണ്ടുപോകും. ഇമോഷണൽ എന്ന് പറഞ്ഞപ്പോൾ ആട്ടിറച്ചി എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ആടുകളുമായിട്ട് ഇടപഴകി ജീവിച്ച ആളാണ്. ഒരു 5-8 വർഷത്തോളം ഓർമ്മ വെച്ചപ്പോൾ മുതൽ. പിന്നെ അവരുടെ പാലായിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ പാലായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു കാരണവശാലും ആടിനെ കൊല്ലുന്നതും ആട്ടിറച്ചി കഴിക്കുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഇമോഷണൽ, അതായത് വികാരം എന്ന് പറയുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. അതിനെ സ്പർശിക്കുന്ന തരത്തിൽ, അതിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് വളരെയധികം വരും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിരിമുറുക്കം വരും. സ്വപ്നത്തിൽ വരാം, അല്ലെങ്കിൽ നേരിട്ട് വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ എന്തുകൊണ്ട് മീൻ കഴിക്കാൻ പറ്റില്ല? മീൻ കഴിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഈ വരാല് പോലെയുള്ള മീനൊക്കെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച് കറി വെച്ച് കഴിഞ്ഞു പാത്രത്തിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വരാൽ പാർപ്പെന്ന് പറയും. അപ്പം അതിന് കുറേ കുഞ്ഞുങ്ങളുണ്ടാവും. 10-100 ചുവന്ന കളറുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഒരു അച്ഛനും അമ്മയാണ് നമ്മൾ പിടിച്ച് തിന്നുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഇമോഷണൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകൾ ശരിയായിട്ട് സംഭവിക്കാൻ പാടില്ല. കാരണം അത് സർവൈവൽ പ്രോസസ്സിനെ ബാധിക്കും. എന്നാണ് ഈ പൊതുവെ നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. അതായത് ഇമോഷണൽ അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല. വരുന്ന ഭക്ഷണം എന്താണോ അത് കണ്ണും പൂട്ടി അങ്ങ് കഴിക്കുക. പിന്നെ വരുന്ന കാര്യം പിന്നീടല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെ ഈ പ്രകൃതി ജീവനത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ അറ്റാക്ക് എനിക്ക് സംഭവിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പം പിന്നെ അതിന്റെ അത് എനിക്ക് എഗ് ഫ്രൈ അല്ലെങ്കിൽ ഓംലെറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്, മുട്ട പൊരിച്ചത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അതൊരു കോഴിക്കുഞ്ഞാവാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ ഒരു ജീവിയെ കഴിച്ചിട്ട് എനിക്ക് മസിൽ പെരുപ്പിക്കണം, എനിക്ക് ഇത്ര വയസ്സായി, ഇനി എനിക്ക് മുമ്പോട്ട് എന്തിനാണ് ആയുസ്? ഒരു ജീവിയെ തിന്നിട്ട് എനിക്ക് ആയുസിന്റെ ആവശ്യം എന്താണ്? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഈ തരത്തിൽ നമുക്ക് ചിന്തിക്കാനേ പാടില്ല. പാടില്ലാത്ത ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇപ്പം എൻ്റെ ബൈ നേച്ചർ, എൻ്റെ ശരീരപ്രകൃതി, എൻ്റെ ജനനം, എൻ്റെ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റെന്തോ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഇമോഷണൽ അറ്റാക്ക് അങ്ങനെ നിൽക്കുന്നത്. അതായത് ഇമോഷണൽ അറ്റാക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവനുള്ള വസ്തുവിനെ, അതായത് എനിക്കിപ്പം പച്ചക്കറികൾ കൂട്ടി ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്, ഒരു പരിധി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജീവിച്ചിരിക്കേണ്ട ആരോഗ്യം എന്തുമാത്രം ഉണ്ടെന്ന് ഉള്ള ഒരു അറിവ് വന്നതുകൊണ്ട് എനിക്ക് ഇത്ര മതി ഭക്ഷണം, അതിന് മുകളിലേക്ക് വേണ്ട. അതാണ്. അപ്പോ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് എത്രമാത്രം ഭക്ഷണം വേണം എന്ന് നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് നിൽക്കാവുള്ളൂ. അങ്ങനെയാണ് നിൽക്കേണ്ടത്. എനിക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് മുഴുവനും എങ്ങനെയാണ്? ഇപ്പോൾ എനിക്കൊരു 76 വയസ്സ് ഉള്ള ഒരു അമ്മ, 65 വയസ്സുള്ള ഒരു അമ്മ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നോൺ വെജ് ഒക്കെയാണ് അവിടെ വിളമ്പുന്നതൊക്കെ. അപ്പോൾ ഞാൻ എനിക്കുള്ള ലഘുഭക്ഷണം ഞാൻ എടുത്തു. എനിക്ക് ആവശ്യമുള്ള ലഘുഭക്ഷണം എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ എടുത്ത് കഴിച്ചു. ആ കൂടെ ആ അമ്മ കഴിക്കുന്നത് മട്ടൻ കറി, ബീഫ് ഫ്രൈ, ചിക്കന്, ഫിഷ്. ഇത് 4 ഐറ്റംസ് ആ അമ്മ കഴിച്ചു. ഫിഷ് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇത്രയും ഭക്ഷണം കഴിച്ചു.
കഴിക്കുന്നത് കൂടാതെ വീണ്ടും വീണ്ടും കഴിച്ചു. അപ്പൊ അമ്മയ്ക്ക് 65 വയസ്സുണ്ടെന്ന് ഓർക്കണം. ഞാൻ അപ്പം ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയുടെ ആന്തരിക അവയവത്തിന്റെ ആരോഗ്യം എന്തുമാത്രം ഉണ്ടെന്നുള്ള എൻ്റെ കണ്ണിലൂടെ പോകുന്നത്. ആ അമ്മയ്ക്ക് ബീഫ് കഴിച്ചാൽ 1.5 ദിവസം വേണം അത് ദഹിക്കാനായിട്ട്. കാരണം നമുക്കറിയാമല്ലോ, വാ തൊട്ട് മലദ്വാരം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നല്ല മീറ്റർ കണക്കിനുണ്ട്. അപ്പൊ അത്രയും ദൂരത്തിൽ ഇത് സഞ്ചരിച്ച് വേണം വേസ്റ്റ് ആയിട്ട് പുറത്തു പോകാൻ. അപ്പൊ 65 വയസ്സുള്ള ഒരു അമ്മയുടെ ആമാശയവും ആമാശയ ഗ്രന്ഥികളും ദഹന വ്യവസ്ഥയൊക്കെ ശരിക്കും മന്ദഗതിയിലായിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ശരിക്കും അതാണ് ഒരു പ്രകൃതി ജീവനത്തിലെ ഒക്കെ ഉള്ള ഒരു കാര്യം. ഇതാണ് അത്രയും ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഈ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പൊ ഞാൻ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ട് ജീവിക്കുന്നതും മരണം വരെ എത്തുന്നതും ഒക്കെ അവരവരുടെ ഓർമ്മകളിലെയും അവരവരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശീലിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ രോഗം വരും, രോഗം വന്ന് മരിക്കണം, അങ്ങനെ പോകണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മരിക്കണമെന്ന് വളരെ കുറച്ച് ചിലരെ ആഗ്രഹിക്കുകയുള്ളൂ. എൻ്റെ ആരോഗ്യം എൻ്റേതാണ്, എൻ്റെ വയറ് എൻ്റേതാണ്, എനിക്ക് മറ്റൊരു ആളെ ചെന്ന് ആശ്രയിച്ചിട്ട് എൻ്റെ ആന്തരിക അവയവങ്ങളെ ഒന്ന് പരിശോധിക്കാമോ, മലവും മൂത്രവും ഒക്കെ ഒന്ന് പരിശോധിച്ച് തരാമോ എന്ന് ചോദിക്കേണ്ട ഒരാവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ പോലെയുള്ള പല ആൾക്കാരും പ്രകൃതി ജീവനത്തിലേക്കൊക്കെ പോകുന്നത്. എൻ്റെ റീസൺ വ്യത്യസ്തമായതുകൊണ്ടും എനിക്ക് സങ്കടം വരുന്ന വിഷയങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരുന്നതുകൊണ്ട് അത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും കരഞ്ഞു പോകുന്നത് കൊണ്ടും വിഷമമുള്ളത് കൊണ്ടൊക്കെയാണ് ഞാനത് കഴിക്കാത്തത്. അല്ലാതെ ഒരാളെ നിർബന്ധിച്ച് ഇത് കഴിക്കാൻ പാടില്ല, നിങ്ങൾ വെജിറ്റേറിയൻ ആകണം എന്നൊക്കെ പറയുന്ന ഒരു മണ്ടനെ പറയുള്ളൂ. ഒരു അറിവില്ലാത്ത മനുഷ്യനെ അങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാനൊന്നും ഒരിക്കലും ഒരാളോടും അങ്ങനെ പറയാറില്ല. എൻ്റെ കുട്ടികളോട് പോലും പറയാറില്ല. കാരണം കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണമാണ് അവർ കഴിക്കേണ്ടത്. അവർക്ക് എന്താണോ നാവിന് ടേസ്റ്റ്, അവരുടെ അമ്മ എന്താണോ പഠിപ്പിച്ചത് അതാണ് പഠിക്കേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, അതാണ് കഴിക്കേണ്ടത്. അപ്പൊ അതിലൊന്നും കൊണ്ട് അവരവരുടെ ഇഷ്ടത്തെ കൊണ്ട് മറ്റൊരാളെ ഒരു തടസ്സമായിട്ട് നിൽക്കാന്ന് ഇത്രയും വലിയ ശത്രു വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഭക്ഷണത്തിനും വെള്ളത്തിനും. അതുപോലെ മദ്യം പോലെയുള്ള അതൊക്കെ മദ്യം കുടിക്കുന്നവരും കുടിച്ച് എന്താണ് എൻ്റെ രസം എന്ന് പൂർണ്ണമായിട്ട് അറിയുന്ന സമയത്ത് രോഗം വന്ന് മൂടും. അപ്പം തിരിച്ചു വരാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞ പോലെയാണ് ഭക്ഷണവും. നമ്മൾ ഭക്ഷണം കഴിച്ച് 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 നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറം വരുമ്പോൾ രോഗമൊക്കെ വരും. ആ രോഗം വന്ന് പിന്നെ അത് ബുദ്ധിമുട്ടാകുന്ന സമയത്താണ് തിരിച്ചറിയുന്നത് ഇത് കഴിക്കാൻ പറ്റില്ല. എന്നാലും ആഗ്രഹം നിർത്തിക്കൊണ്ട് തന്നെ അവർ ചികിത്സ തുടരുകയും ചികിത്സ കുറച്ച് സുഖപ്പെടുകയും ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെ ആകെ പിന്നെ രോഗം വരികയും അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മരണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭക്ഷണം കഴിക്കുകയും അവരവർ തീരുമാനിക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇതൊന്നും നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല. പ്രകൃതി ജീവനം എന്ന് പറയുന്നത് പ്രകൃതിയെ അറിയുന്നതാണ്. ഇത്രയും കൂടെ കാര്യം പറഞ്ഞ് നിർത്താം. അതായത് നമ്മൾ ജനിക്കുന്നത് എന്തിനാണ്? നമ്മൾ ജനിക്കുന്നത് ബീഫ് ഫ്രൈ കഴിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കി അവരും നമ്മളെപ്പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ദുഃഖത്തിലുമൊക്കെ ആയി അവരും മരണപ്പെട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ദുഃഖം പേറി കുടുംബം പോകണം എന്നുള്ളതാണ് ഒരാളുടെ ജനനം എന്ന് തോന്നുന്നെങ്കിൽ ശരി, അങ്ങനെ. അല്ലാത്ത ചിലരുണ്ട്, വേണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേറൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും മറ്റൊരാളുടെ ആശ്രയമില്ലാതെ കുടിക്കണം, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി, പറ്റുമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ച് മറ്റൊരാളെ ഒരു വിധത്തിൽ ഉപദ്രവിക്കാതെ നമ്മൾ മരണം വരെ മറ്റൊരാൾക്ക് നമുക്ക് സഹായം ചെയ്ത് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് മരിച്ചു പോകണം എന്നുള്ളതാണ് എന്നെപ്പോലെ എൻ്റെ ആഗ്രഹം. അതാണ്. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട്. നമ്മൾ മരിക്കുമ്പോഴത്തേന് എൻ്റെ ആഗ്രഹം, ഞാൻ മരിക്കുകയാണ്, എന്നെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു കാര്യമില്ല, എന്നെ എന്തിനും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണ്ട, അത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു ജന്മത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയൊക്കെ എൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയാണ്. അപ്പം അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മുന്നേറുക. അതിൽ എപ്പോഴെങ്കിലും സ്വയം തിരുത്താൻ കഴിയുന്ന ഒരവസ്ഥ, ഒരു ബുദ്ധി നമുക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുത്ത് സ്വയമേ മാറാം. അല്ലാത്ത പക്ഷം മുന്നോട്ട് തന്നെ പോവുക. എല്ലാം ഈശ്വരാധീനം എന്ന് പറയാം. അല്ലെങ്കിൽ പ്രപഞ്ചം, പ്രകൃതി എന്ന് പറയുന്ന
പ്രകൃതി ജീവനത്തിൽ ഈശ്വരൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു എനർജി, ഇത് നമ്മളെ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കാൻ കാരണമാകുന്ന വായു, അതിനെ ഉള്ളിലേക്ക് വിടുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന ഈ പ്രകൃതി തന്നെയാണ്. അതിനാണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അതിന് നമ്മൾ ഏതെങ്കിലും രൂപം കൊടുക്കുന്നതല്ല. ഇത് പ്രകൃതി ജീവനത്തിൽ പ്രകൃതി തന്നെയാണ് എൻ്റെ മാസ്റ്റർ. നമ്മൾ തന്നെ പ്രകൃതിയായി മാറുകയാണ്.